ഏഴാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ച സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. ഹാ എത്ര ആനന്ദമീ ജീവിതം, ഭീതി തെല്ലുമില്ല. ഓ കാവലിനായി തൻ്റെ ദൂതരൻ്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും. പാടുമെൻ ജീവിതകാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിതകാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ട് യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് പകലിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ അനേക ഭാഗങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനും പ്രാർത്ഥിക്കാത്ത മൂഢനും രണ്ട് വ്യക്തികളെയാണ് അവിടെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ അനുഗ്രഹം 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെട്ടു. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ the one who seek the Lord, what is the benefit if you seek the Lord? രണ്ടാമത്തെ വാക്യത്തിൽ നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് God is looking down from heaven. Praise the Lord. സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ദൈവം നോക്കുന്നു. അവനെ അന്വേഷിക്കുന്നവരെ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. അവന്റെ കണ്ണിന് ഒന്നും മറവായിരിക്കത്തില്ല. വേദനകളുടെ നടുവിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവന്റെ മുഖം മറച്ചു കളയാതെ അവൻ സ്വർഗത്തിൽ നിന്ന് അവൻ താഴേക്ക് നോക്കുന്ന ദൈവമാകുന്നു. 5-ാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ്? യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. വഷളത്വം നിറഞ്ഞിരിക്കുന്ന കറപ്റ്റഡ് എൻവയോൺമെന്റിന്റെ നടുവിലെ ജനമായിരിക്കുന്നത്. അങ്ങനെ 3-ാമത്തെ വാക്യം everything is corrupted. People are saying there is no God. People are not taking time to worship and pray. Everything is corrupted. The family life is corrupted. All the relationship is corrupted. But the one who seeks the Lord, the word of God says the God is present in that generation. ഇന്ന് പകലിൽ കറപ്റ്റഡ് ആയിട്ടുള്ള തലമുറകൾ ചുറ്റുപാടുമുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം ചുറ്റുപാടുമുണ്ടെങ്കിലോ ഇന്ന് പകൽ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ധൈര്യപ്പെടാൻ കഴിയും. അവനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന ദൈവമാകുന്നു. നീതിമാന്മാരുടെ തലമുറയിൽ ദൈവമുണ്ടെന്ന വചനം പറയുന്നത്. 3-ാമത് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു verse 6. ദരിദ്രന്റെ ആലോചനയ്ക്ക് അവർ ഭംഗം
വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. അവനെ അന്വേഷിക്കുന്നവർക്ക് ആമേൻ. The one who seek the Lord is the refuge. ഇന്ന് പകൽ സന്തോഷമുണ്ടോ? ആമേൻ. അവനെ അന്വേഷിച്ച് ഇന്ന് പകൽ അവനെ ആരാധിപ്പാൻ ആലയത്തിൽ വന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ ധൈര്യത്തോടെന്ന് പറയണം, എനിക്ക് സങ്കേതമായ ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റിലേഷൻഷിപ്പ് വാല്യൂ ചെയ്യാത്ത ഒരു കൾച്ചറിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകലിൽ പറയണോ, അവനെ അന്വേഷിക്കുക. ഞാൻ അവന്റെ മുഖം അന്വേഷിക്കുക, ഞാൻ അവനോട് പ്രാർത്ഥിക്കുക. അവരെ കൈവിടാത്ത ഒരു നല്ല ദൈവം, നമ്മുടെ സങ്കേതമായ ദൈവത്തിന് ഇന്ന് പകലിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. നാലാമതായി ആമേൻ ആമേൻ അവനെ അന്വേഷിക്കുന്നവരുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവനെ അന്വേഷിക്കുന്നവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. കരഞ്ഞുകൊണ്ട് ഹന്ന ആലയത്തിൽ വന്നതെങ്കിലും മടങ്ങിപ്പോയപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടെ പോയെങ്കിൽ ഇന്ന് പകലിൽ യഹോവയെ അന്വേഷിച്ച് ആലയത്തിൽ വന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ഒരു ദൂതായിട്ട് ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ. ആമേൻ. കരഞ്ഞ് കണ്ണ് കലങ്ങി ഇന്ന് പകൽ ആലയത്തിൽ വന്നിരിക്കുന്നെങ്കിലോ ആമേൻ, നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കാലങ്ങൾ മാറും. ആമേൻ. നമ്മുടെ വേദനകൾ മാറും. നമ്മുടെ പ്രയാസങ്ങൾ മാറും. ഹല്ലേലൂയ. യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലോ നമ്മുടെ തമ്പുരാൻ നമ്മോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. താമസം വിനാ ഞാൻ വേഗത്തിൽ വരും, ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ ചേർക്കും. അവൻ അവിടെ കണ്ണുനീരുണ്ടാകില്ല, കഷ്ടത ഉണ്ടാകത്തില്ല, അവൻ വേദന ഉണ്ടാകത്തില്ല. അവൻ വിശുദ്ധന്മാർ ഒരുമിച്ച് ചേർന്ന് അവൻ ജയത്തിന്റെ കാഹളം ധ്വനിപ്പിച്ച് അവൻ ദൈവത്തിന് ദൂതന്മാരോട് ചേർന്ന് അവനെ ആരാധിക്കുന്ന ഒരു നല്ല ഉയർപ്പിന്റെ പ്രഭാതം എനിക്ക് മുന്നിലുണ്ടെന്ന് പ്രത്യാശയുള്ളവർ ഇന്ന് പകല കരങ്ങളെ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവ്, അവനെ അന്വേഷിക്കുന്ന അവരുടെ തലമുറയിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകുന്നുവല്ലോ. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, ഞങ്ങളുടെ വേദനകളെ അകറ്റി, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന വിഷയത്തിന്റെ നടുവിലും ഞങ്ങൾക്ക് കർത്താവേ ഉത്തരം അരുളി ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ കരുതലിനുമായി ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഒരവസരം കൂടെ തന്നുവല്ലോ. I greet you all in the name of our Lord and Savior Jesus Christ, those who are here in person in the church and those who are watching us through our live, and thank you for joining with us. May the Lord continue to bless us. ഇന്ന് പകലിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം പ്രിയമാമ നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ സ്റ്റഡി ഇന്ന് പകൽ കേൾപ്പാൻ ആമേൻ ഇടയായി തീർന്നുവല്ലോ. ആമേൻ. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കും കുടുംബമായി നാട്ടിൽ പോയപ്പോൾ കോളേജിൽ ചെല്ലുവാനും ആമേൻ അവിടെയുള്ള മിഷണറി ചാപ്പലിൽ പങ്കെടുപ്പാനും കർത്താവ് ഇടയാക്കി തീർത്തു. ആ കോളേജിനെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ വചനം പഠിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കോളേജിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസിക്ക് വന്ദനം പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ഹ്യൂസ്റ്റൺ ഷാരോൺ ഫെലോഷിപ്പിൽ ചർച്ചിൽ നിന്നുള്ള വന്ദനം ഇന്ന് പകലിൽ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. I also want to extend my warm greetings to our dear brother Ashit and sister Reshma. And thank you for joining with us. കഴിഞ്ഞ ആഴ്ചയിൽ ബ്രദർ ആഷിത്ത് മാത്രം നമ്മോട് ഒരുമിച്ച് ആരാധിച്ചു. ഫ്രൈസിലോ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇനിയും വരും എന്ന് എന്നോട് പറഞ്ഞു. ഒരു കുടുംബമായിട്ട് ആമേൻ ഇന്ന് പകലിൽ നമ്മുടെ ആലയത്തിലായിരിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഹ്യൂസ്റ്റണിലേക്ക് നിങ്ങളെ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഒരുമിച്ചുള്ള ആരാധന നിങ്ങൾക്കും ഞങ്ങൾക്കും അതിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And also, I heard the good news that Sister Reshma, she is 3 months, and so continue to pray for her. Congratulations, God bless you. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ ഒരുമിച്ച്
ഇന്ന് പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. We've been praying for our dear Stanley brother and Lila Mama. Stanley brother, he was in the hospital. He came back to home Thursday evening, but still he is not feeling well. So continue to pray for our Stanley brother. Stanley brother ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യം നൽകട്ടെ. സ്തോത്രം. ജോഷിനോടുള്ള വിവാഹത്തിനുള്ള ബന്ധത്തിൽ പ്രിയ ജോയൽ നാട്ടിലായിരുന്നു. സ്തോത്രം. ജോയൽ കഴിഞ്ഞ തിങ്കളാഴ്ച ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. വരുന്ന തിങ്കളാഴ്ച, not tomorrow but the next week, to Monday, Josh Chan, Jesse Andy and Feba and Chris, they are traveling back to Houston. So continue to pray for them. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സഹായിക്കട്ടെ. പ്രത്യേക ഒരു പ്രാർത്ഥനാ വിഷയം പ്രിയ അച്ചങ്കുഞ്ചാൻ എന്നോട് പറഞ്ഞത്, അച്ചങ്കുഞ്ചാന തങ്കമ്മാമ, they are planning to travel to, I was looking for Thangamama at the usual spot, but I couldn't see it, but I see her. Praise the Lord. They are planning to travel to Ireland this Friday. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കുറച്ചാഴ്ച മുമ്പ് പ്രിയ തങ്കമ്മാമയ്ക്ക് പെട്ടെന്നൊരു അനർത്ഥമുണ്ടായി എന്നത് വ്യസനത്തിന് കാരണമായി തീരാതെ കർത്താവ് ഇത്രത്തോളം സൗഖ്യവും ബലവും നൽകുന്നല്ലോ. സ്തോത്രം. യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ഭയപ്പെട്ടു. എങ്കിലും ഡോക്ടേഴ്സ് അവർക്ക് അതിനുള്ള ഗ്രീൻ സിഗ്നൽ നൽകി. And they are planning to travel this Friday to Ireland with brother Jimmy. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയെ കർത്താവ് കൂടെ ഇരിക്കട്ടെ. അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ യാതൊരു പ്രയാസവും കൂടാതെ പോയി മടങ്ങി വരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ തോമസ് കുട്ടിച്ചാൻ, മെഴ്സി ആൻഡി, they are on their travels. So അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയും സഹായിക്കട്ടെ. വരുന്ന സൺഡേയിൽ I believe they are coming back from their journey. അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. It's very good to see our Gabby and Jeffrey and Josh. They're back from college, and I heard that Jeffrey, you are going back today. I think he's going back today, and the rest will be with us for a couple more weeks. So അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെല്ലാവരെയും ഇന്ന് പകൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള 5-8 മിനിറ്റ് പ്രിയ അമ്മാമ്മയ്ക്ക് ഒന്ന് ചർച്ചിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനുള്ള സമയത്ത് ഞാൻ വേർതിരിക്കുകയാണ്. അതിനായി ഒരു 5 minutes. You want to greet the church, Mama? Can you pass the mic?